കാശ്മീരിൽ നിന്ന് വരുന്നത് പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിൽ ഏറ്റവും നിർണായകമായി വരുന്നത് ഈ സൈനികരുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിച്ച ആ തീവ്രവാദികളെ അവരുടെ സമീപം എത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൈനികർ. അതിൻ്റെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെടിവെപ്പ് നടന്നെന്നും പറയുന്നുണ്ട്. അവരെ ജീവനോടെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നതായും പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ അതിക്രൂരമായി 28 പേരെ കൊലപ്പെടുത്തിയ ആ കൊടും ഭീകരന്മാരെ ജീവനോടെ പിടിക്കാനാണ് സൈന്യം. എന്ത് വില കൊടുത്തും അവരെ ജീവനോടെ പിടിക്കണം. അതിനാണ് സൈന്യം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇതിൻ്റെ പിന്നാലെ പായുന്നത്. ബോംബെ അറ്റാക്ക് നമുക്കറിയാം. മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് നമുക്കറിയാം. കൃത്യമായിട്ട് നമുക്ക് ലോകത്തിന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചു. അതുപോലെ ഇവിടെയും ഈ 4 ഭീകരന്മാരാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ റഡാറിൽ ഉള്ളത്. ഈ 4 പേരെയും ജീവനോടെ പിടികൂടാനാണ് സൈന്യത്തിൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമാക്കി വളരെ ശക്തമാക്കി സൈന്യം മുന്നേറുകയാണ്. ഈ 4 പേരും തെക്കൻ കാശ്മീരിലെ വനമേഖലയിൽ, അനന്തനാഗ് ജില്ലയിലെ വനമേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവർ സ്ഥാനം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവർ വളരെ കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ വരുന്ന പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത്, ഇവർ ഈ ആക്രമണത്തിന് ശേഷം അടുത്തുള്ള പൈന്മരക്കാടുകളിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് ഒളിച്ചതിന് ശേഷം ഇവർ പല ഗ്രാമങ്ങളിലും കറങ്ങി നടക്കുകയാണ്. അവിടെ ആ പ്രദേശങ്ങളിൽ ഇവർക്ക് പ്രാദേശികമായ പിന്തുണ ലഭിക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അവർക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. എന്നാലും അവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് സൈനികരെ ഈ കാര്യങ്ങൾ അറിയിച്ച് സൈനികർ അവിടെ എത്തുന്നത്. ഈ 2 തരക്കാരും അവിടെ ഉണ്ടല്ലേ ആ ഗ്രാമത്തിൽ. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇവർ ആദ്യം എത്തിയത് ഹഫ്നഗർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ നിന്നും അവർ പിന്നീട് പോയത് ത്രാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ത്രാൾ ഗ്രാമത്തിലാണ് അവർ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടു. ആ വീട്ടുകാർ ഭയന്നുപോയി. അവർക്ക് ഭക്ഷണം എടുക്കുന്നതിനിടെ സൈന്യം അടുത്തെത്തി എന്ന് മനസ്സിലാക്കി ഇവർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അതിനുശേഷം അവർ കുൽഗാമിലേക്ക് പോയി. കുൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് സൈന്യത്തിന് നേരെ അവർ വെടിയുതിർത്തത്. സൈന്യം തിരിച്ച് വെടിവെച്ചു. പക്ഷേ അത് അവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പ്രത്യാക്രമണം എന്നുള്ള നിലയ്ക്ക് വെടിവെച്ചു. പക്ഷെ അവരെ ജീവനോടെ പിടിക്കാനാണ് ശ്രമം. കുൽഗാമിൽ നിന്ന് അവർ കോഗിർനാഗ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 5 ദിവസമായിട്ട് സൈന്യം ഇവരുടെ തൊട്ടു പുറകെ തന്നെയുണ്ട്. ഇവരെ ഏത് വിധേനയും ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൃത്യമായിട്ട് ഈ 4 പേരെയും മനസ്സിലാക്കിയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ കൂടെ പരിശീലനം സിദ്ധിച്ച നായ്ക്കളുണ്ട്. അതുപോലെ സർവ്വസന്നാഹങ്ങളോടും കൂടിയാണ് സൈന്യം മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇടതൂർന്ന മരങ്ങൾ, പൈന്മരക്കാടുകളാണ്, വനമാണ്, ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമാണ് ഇവരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത്. ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ വെല്ലുവിളികൾ ഉള്ള ഒരു പ്രദേശമാണ്. ആകെ സൈന്യത്തിനും ഭീകരർക്കും ഒരുപോലെ അനുകൂലമായൊരു ഘടകം എന്ന് പറയുന്നത് മഞ്ഞുവീഴ്ച ഇല്ല എന്നുള്ളതാണ്. ഈ മഞ്ഞുവീഴ്ച ഉണ്ടെങ്കിൽ കൂടുതൽ ദുഷ്കരമാകും. അവർക്ക് രക്ഷപ്പെടാനും നമുക്ക് തെരച്ചിൽ നടത്താനും. പക്ഷേ എന്തോ ഒരു പ്രകൃതിയുടെ ആനുകൂല്യം അവിടെ നമുക്കുണ്ട്. എന്തായാലും അവിടെ ഈ മഞ്ഞുവീഴ്ച ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായിട്ട് ജീവനോടെ പിടികൂടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് സൈന്യം മുന്നേറുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സൈന്യം, അതുപോലെ കാശ്മീർ പോലീസ്, അതുപോലെ ആംഡ് ഫോഴ്സസ്, CRPF പോലെയുള്ള നമ്മുടെ വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങൾ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമാൻഡോ പരിശീലനം കിട്ടിയ ആൾക്കാർ, ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ സൈനികരാണ് ഇവരെ തിരയുന്ന സംഘത്തിലുള്ളത്. അവർക്ക് കൃത്യമായിട്ടും ഈ ഗ്രാമീണർ വലിയ തോതിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കൃത്യമായി ഇവരെ ട്രേസ് ചെയ്യാൻ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഭീകരരെ സ്കെച്ച് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതായത് കൃത്യമായിട്ട് അവർ ഈ സൈന്യത്തിൻ്റെ ദൃഷ്ടിക്കുള്ളിൽ, സൈന്യത്തിൻ്റെ ഒരു കാഴ്ച പരിധിക്കുള്ളിൽ, അതായത് കാണുന്ന അകലത്തിൽ തന്നെ അവർ ഉണ്ട്. പക്ഷേ അവരെ ജീവനോടെ പിടികൂടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം സൈന്യത്തിന് അങ്ങനൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കാരണം സൈന്യം അവരെ പരമാവധി ജീവനോടെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും സൈന്യത്തിൻ്റെ റഡാറിന് പുറത്തേക്ക് അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങനൊരു രക്ഷപ്പെടൽ അവർക്ക് ഉണ്ടായിട്ടില്ല. അവരെ കൃത്യമായിട്ടും
ഈ വനം മുഴുവനും വാസ്തവത്തിൽ നമ്മുടെ സൈന്യം, നമ്മുടെ ഈ കാശ്മീർ പോലീസ് ഉൾപ്പെടെയുള്ള അർദ്ധസൈനികർ ഉൾപ്പെടെയുള്ള വിഭാഗം വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക ജമ്മുവിലേക്കാണ്. അത് നമുക്കറിയാം, എത്രത്തോളം പ്രയാസം ഉള്ള കാര്യമാണെന്ന് നമുക്കറിയാം. ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്നത് വലിയ, നമുക്ക് റോഡ് മാർഗം പോകുന്നത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ വനങ്ങളും വലിയ കൊക്കകളും ഒക്കെ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവർക്ക് ജമ്മുവിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ജമ്മുവിലേക്ക് അവർ വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും സൈന്യം അടച്ചു. പഴുതടച്ച സുരക്ഷ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അവർ പിടിയിലാകും. എന്തായാലും ഈ തീവ്രവാദികൾക്ക് ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണ തന്നെ ഉണ്ടല്ലോ. ധാരണ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് 4-5 ദിവസമായിട്ട് അവരെ പിടികൂടാൻ കഴിയാത്തത്. തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും കാശ്മീരിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് 200 പേരെ നമ്മൾ ചോദ്യം ചെയ്യാൻ NIA കസ്റ്റഡിയിലെടുക്കുകയും അതിൽ 15 പേരുടെ പട്ടിക കൃത്യമായിട്ട് 14 പേരെന്നും 15 പേരെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പഹൽഗാം എന്ന് പറയുന്ന ഈ ഭീകരാക്രമണത്തിന് എല്ലാ ഒത്താശയും സഹായവും ചെയ്ത് ഇവരെ പിന്തുണച്ച ആ 15 പേരുടെ പട്ടിക ഇപ്പോൾ NIA പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പലരും കസ്റ്റഡിയിലാണ്. അതിൽ 8 പേർ വളരെ കൃത്യമായിട്ട് ലഷ്കർ-ഇ തോയ്ബയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ്. 3 പേർക്ക് ജെയ്ഷെ മുഹമ്മദുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഇതെല്ലാം നമ്മുടെ NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ സംഘടന കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി തുടക്കം മുതൽ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ച 14 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റിൽ ഇവരുടെ എല്ലാം പ്രായം ഒരു 18-നും 25-നും ഇടയ്ക്കാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയായിരിക്കുമോ ഈ യുവാക്കളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്? അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടെയല്ലേ ഇത്? തീർച്ചയായിട്ടും. നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ നിന്ന് തന്നെ ഈ പറയുന്നത് പോലെ ടെലഗ്രാമും അതുപോലെ വാട്സാപ്പും ഒക്കെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തകർ എങ്ങനെയാണ് ആൾക്കാരെ വഴിതെറ്റിക്കുന്നതെന്നും ആൾക്കാരെ ഈ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ നിരവധി തെളിവുകളുണ്ട്. അതുപോലെ ഈ TRF എന്ന് പറയുന്ന ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്നും റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്നും അറിയപ്പെടുന്ന ഈ സംഘടന കൃത്യമായിട്ടും ശ്രീജിത്ത് പറഞ്ഞതുപോലെ 30 വയസ്സിന് താഴെയുള്ള 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ളവരെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ അറിവനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 20-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള 15 പേരുടെ പട്ടികയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഈ ആക്രമണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ വിഭാഗത്തിൽ, ആ സംഘത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് 30 വയസ്സിനോട് അടുത്ത് പ്രായമുള്ള. ബാക്കി എല്ലാവരും 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ നമ്മളറിയാം, ഒരു ബിരുദാനന്തര ബിരുദം നേടിയ ആദിൽ ഹുസൈൻ, അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആദിൽ ഹുസൈനെ പോലെയുള്ള ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവർ പോലും ഈ സംഘടനയുടെ വലയത്തിൽ, അവരുടെ വലയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇവർ പലരും, ഇതിൽ ഒട്ടുമുക്കാൽ പേരും വീട് വിട്ട് പോയവരാണ്, വീട് ഉപേക്ഷിച്ച്, ബന്ധുക്കളെ ഉപേക്ഷിച്ച് പോയവരാണ്. എന്തായാലും വളരെ കൃത്യമായിട്ട് സൈന്യത്തിന് ഇപ്പോൾ ഇവരുടെ എല്ലാം വേരുകളടക്കം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആ സംഘത്തിലെ 4 പേർ വളരെ കൃത്യമായിട്ട് സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. അവർ ഏത് നിമിഷവും ജീവനോടെ പിടികൂടപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അറിവ്. വരും മണിക്കൂറുകൾക്കുള്ളിൽ ആ ശുഭവാർത്ത എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.